ഹലോ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നാട്ടിലാണ്. നീ എന്തായാലും ചെന്ന് കാര്യം പറ. അദ്ദേഹം കളിച്ച് ചിരിച്ച് നടന്ന വഴികളിലൂടെയൊക്കെയാണ് ഇന്ന് നമ്മളുടെ വ്ളോഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. ഹായ് അശ്വതി, നീ എന്താ ഇവിടെ? ഞാൻ നിന്നെ കാണാൻ വേണ്ടി തന്നെ വന്നതാ. എന്നെ കാണാനായിട്ടോ? നമ്മൾ കണ്ടിട്ട് കുറെ നാളായല്ലോ അല്ലേ? നിനക്ക് നേരത്തെ കണ്ടതൊക്കെ ഓർമ്മയുണ്ടല്ലേ? ആ രാഹുൽ, ഇതാരാ? ആഹാ, അപ്പം എന്നെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലേ നിന്നോട്? ഞങ്ങൾ പണ്ട് റിലേഷൻഷിപ്പിലായിരുന്നു. എടി, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എൻ്റെ കൂടെ പണ്ട് കോളേജിൽ പഠിച്ച അശ്വതി? ആ, എനിക്ക് ഓർമ്മയുണ്ട് അശ്വതി. ഇതൊക്കെ പോട്ടെ, ഇപ്പൊ എന്താ ഇവിടെന്നോ? അവൻ കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി ഇൻഫ്ലുവൻസർ ഒക്കെ ആയപ്പം എന്നെ മറന്നില്ലേ? മറക്കാനോ? നീയല്ലേ എന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഇട്ടിട്ട് പോയേ? സത്യത്തിൽ നീ എന്നെ ഇട്ടിട്ട് പോയത്, നീ എന്നെ ചതിച്ചത്. ഇതൊക്കെ കേൾക്കാൻ നമ്മളെന്തിനാ നിൽക്കുന്നത്? ബാ, നമുക്ക് പോവാനോ? എങ്ങോട്ട് പോവാൻ? എന്നെ ഇത്ര നാൾ ഇവൻ ചതിച്ചതിന് വഞ്ചിച്ചതിനും ഒക്കെ 10 ലക്ഷം രൂപ നിന്നെ കൊണ്ട് ഞാൻ നഷ്ടപരിഹാരം തരിക്കും. അത് നീ തരാൻ വേണം. ഇനി തന്നില്ലെങ്കിൽ നിന്റെ പേര് ഞാൻ കേസ് കൊടുക്കും. 10 ലക്ഷം രൂപയെ? നീ എൻ്റെ പേരിൽ എന്ത് കേസ് കൊടുക്കാനാ? നീ എന്താ വിചാരിച്ചത്? ഇപ്പോഴേ ഒരു കംപ്ലൈന്റ് കൊടുത്താൽ മതി, നീ എന്നെ വിവാഹ വാഗ്ദാനം നൽകി ചതിച്ചെന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിനുള്ള എല്ലാ പ്രൂഫും എൻ്റെ കയ്യിലുണ്ട്. എന്ത് പ്രൂഫ്? ഫോട്ടോസ് ഉണ്ട് എൻ്റെ അടുത്ത്. നമ്മൾ തമ്മിൽ പ്രണയിച്ച് നടന്നൊരു സമയം ഉണ്ടല്ലോ, ആ സമയത്ത് എല്ലാ ഫോട്ടോസും എൻ്റെ കയ്യിലുണ്ട്. ആ ഫോട്ടോസ് മാത്രം മതി നിന്നെ കൊടുക്കാൻ. താൻ എന്തൊക്കെയോടെ ഈ പറയുന്നത്? നിനക്ക് നാണമില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കാൻ? ഇല്ല, നാണോ ഇല്ല. എനിക്കറിയാം നിനക്ക് നാണോ മാനോ ഇല്ലാന്ന്. നീ പറഞ്ഞ ആരാടോ വിശ്വസിക്കുക? പറയേണ്ട കാര്യം പറയേണ്ടടുത്ത് പറയേണ്ട പോലെ പറഞ്ഞാൽ എല്ലാരും വിശ്വസിച്ചോളൂ. മനസ്സിലായില്ല. നീ എന്നെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നിനക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഈ 10 ലക്ഷം രൂപ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. അപ്പോഴേ ഞാനൊരു വീഡിയോ കരഞ്ഞോണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെ അത് ബാധിക്കത്തില്ലേ? എല്ലാവരും പറഞ്ഞാൽ എൻ്റെ സൈഡിൽ എല്ലാവരും നിൽക്കത്തുള്ളൂ. പിന്നെ നിന്നെ ഇപ്പൊ ഏറ്റവും വേഗം ജയിലിലാക്കാനൊക്കെ ഈ നാട്ടുകാർ കൂടെ നിൽക്കത്തുള്ളൂ. തെറ്റോ ശരിയോ അത് പിന്നുള്ള കാര്യമായിരിക്കും. ഇനിയിപ്പോ എന്തൊക്കെ കള്ളത്തരം പറഞ്ഞാലും സത്യമേ ജയിക്കൂ. സത്യമേ ജയിക്കൂ. നോക്കിയിരുന്നാ മതി. അതെ, എല്ലാരും നോക്കി തന്നെ ഇരിക്കുന്നത്. അവിടെ നിന്നെ ഞാൻ ലൈവ് ചുമ്മാതല്ല ഇൻഫ്ലുവൻസർ ആയത്. ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ടുന്നെന്ന് പറഞ്ഞ പോലെ ഒരുത്തനും കൂടെ. അതെ, കുറച്ചു കാലം ജയിലിൽ പോയി കിടക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോ. ഞാൻ എന്തായാലും കേസ് കൊടുക്കാൻ പോകുന്നില്ല. ഈ വീഡിയോ കണ്ടിട്ടേ കേരള പോലീസ് സ്വമേധയാ എൻ്റെ പേരിൽ കേസ് എടുത്തോളും. ചേട്ടാ, ലൈവ് നോക്കിയാ എന്തിനാ? ഫീ